തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 19 മുതലുള്ള വചനങ്ങളാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെക്കുറിച്ച് ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്ന കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്തെല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നാം വായിച്ച് കടന്നു പോകുമ്പോൾ ധനവാന്റെ ജീവിതത്തിൽ കർത്താവ് ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ ധനം അവന് ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. ഈശോയുടെ ജെറുസലേം യാത്രയുടെ മധ്യഭാഗത്താണ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെക്കുറിച്ച് ഈശോ പറഞ്ഞു വെക്കുക. ധനത്തോടുള്ള ആസക്തി ശിഷ്യത്വത്തെ അപകടത്തിലാക്കും. അത് പങ്കുവയ്ക്കണമെന്ന് പഴയ നിയമ ചരിത്രം മുതൽ പുതിയ നിയമം വരെ തമ്പുരാൻ ആവർത്തിച്ച് തൻ്റെ മക്കളോട് പറയുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 41-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും, നിങ്ങൾക്ക് ഉള്ളവ ഭാഗം വയ്ക്കുവിൻ, അപ്പോൾ നിങ്ങൾ ശുദ്ധമായിരിക്കും. അവിടെ തമ്പുരാൻ പറഞ്ഞു വയ്ക്കുകയാണ്, എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് ഞാൻ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ജീവിതം ശുദ്ധമായിരിക്കും, വിശുദ്ധമായിരിക്കുമെന്ന്. എൻ്റെ ജീവിത വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തോട് എന്നും ഞാൻ ചേർത്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധമായ ജീവിതത്തിന് ആവശ്യമുള്ളൊരു കാര്യമുണ്ട്. എനിക്കുള്ളതൊക്കെ പങ്കുവയ്ക്കണമെന്ന്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെക്കുറിച്ച് നാം വായിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, കഠിന ഹൃദയരായ ധനവാന്മാർ ഇന്നും ഈ കാലത്തുമുണ്ട്. പങ്കുവയ്ക്കലിലൂടെ മാത്രം ഒരു മാനസാന്തരമാണ് അവരുടെ ജീവിതത്തിലേക്ക് നടത്താൻ സാധിക്കുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിലും പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലുമൊക്കെ ഈ പങ്കുവയ്ക്കലിനെ കുറിച്ച് കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്. യെശയ്യാ പ്രവാചകനിലൂടെ അവിടുന്ന് വീണ്ടും നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം, അധർമ്മികൾക്ക് ദുരിതം. പങ്കുവയ്ക്കാത്തവരെ കർത്താവോട് വിളിക്കുക അധർമ്മം ചെയ്യുന്നവർ എന്നാണ്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ കേട്ടു, അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും, മനോഹരമായ മാളുകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. പിടിച്ചു വെച്ചിരിക്കുന്നതും പങ്കുവയ്ക്കാത്തതും സ്വാർത്ഥപരമായി ഞാൻ പെരുമാറി സ്വന്തമാക്കുന്നതുമൊക്കെ എൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല, മറ്റാർക്കും അനുഭവിക്കാൻ പറ്റാതെ നിർജ്ജനമായി പോകും, ശൂന്യമായി തീരുമെന്നാണ് കർത്താവ് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുക. ഈ വചനഭാഗത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. ലാസറിൻ്റെയും ധനവാന്റെയും ജീവിതത്തെക്കുറിച്ച് പഠിച്ച് വായിച്ച് കടന്നു വരുമ്പോൾ ധനവാന്റെ ജീവിതം ശിക്ഷിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പതിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ധനവാൻ സ്വർഗത്തിന് അവകാശമല്ലാതെ തീർന്നത്? ദരിദ്രനായ ലാസറിനെ അവന് കാണാൻ സാധിക്കാതെ പോയതാവാം. സ്വന്തം പടിവാതിൽക്കൽ കിടന്നിട്ടും ലാസറിനെ അവന് കാണാൻ പറ്റിയില്ല. പടിവാതിൽ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരിടമാണ്.
അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം എൻ്റെ പടിവാതിലൂടെയാണ് ഞാൻ അകത്തും പുറത്തും കടക്കുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ പടിവാതിൽക്കൽ കിടക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് ഇവിടെ ധനവാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവ്. എൻ്റെ പടിവാതിലിൽ ഒരു ലാസറുണ്ട്. ഞാൻ കടന്നു പോകുന്ന ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലും പല വ്യക്തികളെയും കണ്ടിട്ടും കാണാതെ നടന്നു പോകുന്ന അവസരങ്ങൾ നമുക്കുണ്ട്. നല്ല സമറായനെ പോലെ പ്രവർത്തിക്കാൻ, നല്ല നന്മകൾ ചെയ്യാൻ ഈശോ നമ്മെ വിളിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ധനവാനെ പോലെ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങളിലാണ് നാം കാണുന്നത് ധനവാന്റെ ശിക്ഷയെക്കുറിച്ച്. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ ലാബറാകത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ തൻ്റെ അടുത്തിരുന്ന ലാസറിനെ കാണാൻ പറ്റിയില്ല. നരകത്തിൽ എത്തപ്പെട്ടപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ലാസറിനെയാണ് അവൻ കണ്ടത്. അവിടെ അടുപ്പങ്ങളില്ലാതെ വലിയ അകലങ്ങളിലേക്ക് ആയിപ്പോയി. തിരുത്താനാവാത്ത തെറ്റിലേക്ക്, തിരുത്താനാവാത്തൊരവസ്ഥയിലേക്ക് ധനവാൻ ചെന്നുപെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിന്റെ കഷ്ടതയിൽ നീ ലാസറിനെ കാണുന്നത് ഒരു വലിയ കാര്യമല്ല. കാരണം ഇവിടെ ദുരിതത്തിലാണ്, അല്ലെങ്കിൽ തീ നരകത്തിലാണ് ധനവാൻ ലാസറിനെ കണ്ടുമുട്ടുക. എന്നാൽ തൻ്റെ സമ്പന്നതയിൽ ഇരിക്കുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കാണണമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയിൽ കഷ്ടപ്പെടുന്ന വ്യക്തിയല്ല ഞാൻ കാണേണ്ടത്, മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ സമ്പന്നതയിൽ എന്നേക്കാൾ താന്ന് ആര് കഷ്ടപ്പെട്ടു നിൽക്കുന്നോ അവരെ കാണാൻ, തിരിച്ചറിയാൻ എനിക്ക് പറ്റിയാൽ ഇന്ന് ഈ ലാസറിന് പറ്റിയ അവസ്ഥ ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഈശോ ഈ വചനഭാഗത്ത് ആദ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് രക്ഷയുടെ മാനദണ്ഡമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് സ്വന്തം പടിവാതിൽക്കൽ കിടന്നിട്ടും ധനവാന് കാണാൻ പറ്റാതെ പോയത്? വ്യക്തമായി അത് സുവിശേഷം ഒരു കാര്യവും നമുക്ക് പറഞ്ഞു തരുന്നില്ല. എന്നാൽ ഒരു വ്യംഗ്യമായ സൂചനയുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 16-19 നമ്മൾ ഇങ്ങനെ വായിക്കും. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇത് ധനവാന്റെ ദിനചര്യയെക്കുറിച്ച് കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വചനത്തിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുക. ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുന്ന ഒരു വ്യക്തി തന്നെ അലങ്കരിക്കാൻ, തൻ്റെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളിലേക്ക് മാത്രം നോക്കുമ്പോൾ, എന്നിലേക്ക് മാത്രം ഞാൻ നോക്കുമ്പോൾ, എൻ്റെ കണ്ണുകൾ എൻ്റെ ചുറ്റും മാത്രം നിൽക്കുമ്പോൾ, പുറത്തേക്ക് നോക്കാൻ പറ്റാതെ വരുമ്പോൾ കർത്താവ് പറയുക, പടിവാതിൽ കിടക്കുന്ന വ്യക്തിയെ കാണാൻ നമുക്കും പറ്റാതെ പോകും. ധനവാന്റെ ദിനചര്യ ധനവാന് ലാസറിനെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചെന്നുപെട്ടു. സ്വന്തം കാര്യങ്ങളുടെ ജീവിതത്തിലേക്കിനിടയിൽ പെട്ടുപോകുമ്പോൾ ആർക്കും സംഭവിക്കാവുന്ന ഒരു അപകടമാണിത്. ജീവിതത്തിൽ തിരക്കുകൾക്കിടയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ തൊട്ടു മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നവരെ ചിലപ്പോൾ കണ്ടില്ലെന്ന് നമ്മൾ നടിച്ചെന്ന് വരും. നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ എൻ്റെ ജീവിതം എനിക്ക് മാത്രമുള്ളതല്ല, എനിക്കുള്ള സമ്പത്തുകളും എനിക്ക് മാത്രമുള്ളതല്ല, അത് പങ്കുവെക്കേണ്ടതാണെന്ന് അനുദിനം ജീവിതത്തോട് പറഞ്ഞു വെക്കണം. കർത്താവ്, ഇതെല്ലാം നിന്റെ ദാനമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, നിന്റെ ദാനമെന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിനെ ഭരിക്കുന്നെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് ഈ ധനവാന്റെ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം കൺമുമ്പിൽ നിൽക്കുന്നവരെ കാണാൻ പറ്റും. ഞാനൊന്നിടുമ്പോൾ ഒന്നിടാനില്ലാത്തവനെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കുള്ളത് കൂടി പങ്കുവെക്കാൻ പറ്റുന്ന ഒരു മനോഭാവത്തിലേക്ക് ഈശോ എന്നെ നയിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അടുത്തുള്ളവൻ്റെ ആവശ്യങ്ങൾ കാണാൻ പറ്റാതെ പോകുമ്പോൾ നിന്റെ കാര്യം മാത്രമല്ല, തൊട്ടടുത്തവൻ്റെ കാര്യങ്ങളും നിന്റെ ദിനചര്യയുടെ ഭാഗമായി മാറണം. അനുദിന ജീവിതത്തിൽ ദിനചര്യയുടെ ഭാഗമായി മാറുക എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ പോലും ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന അനേകരെ കുറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചിന്ത ഉണ്ടാവണം. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ, അങ്ങനെ ഒരു മനോഭാവം ഞാൻ രൂപപ്പെടുത്തിയെടുത്താൽ എനിക്ക് ഈ ധനവാന്റെ അവസ്ഥയുണ്ടാവില്ല. അനുദിന ജീവിതത്തോട് അനേകരെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റണം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയൊക്കെ വഴിയരികിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ തൊട്ടടുത്ത് കടന്നു പോകുന്ന ഒരു വ്യക്തിയെ പോലും കാണാതെ പോയിട്ടില്ല. സൃഷ്ടിജാലങ്ങളെല്ലാം സ്വന്തം സഹോദരങ്ങളും സഹോദരികളും എന്ന് കണ്ടതുപോലെ മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടും എല്ലാം സ്നേഹത്തോടെ സഹവസിച്ച ഒരു
വിശുദ്ധൻ്റെ ജീവിതം നമ്മെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അതാണ് ക്രിസ്തുവിൻ്റെ ദിനചര്യ, ക്രിസ്തുവിൻ്റെ ജീവിതമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ ജീവിതത്തോടും ഈ ദിനചര്യ ചേർത്ത് വയ്ക്കാൻ ഈശോ നമ്മോട് പറയുകയാണ്. ഈ ദിനചര്യയുടെ ഭാഗമായി മാറുമ്പോൾ നമുക്ക് ദൈവം മറ്റൊരു അനുഗ്രഹം തരും, കണ്ണു തുറക്കപ്പെടുന്ന ഒരു അനുഭവം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ണ് അടച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, സ്വാർത്ഥതയുടെ ഒരവസ്ഥയുണ്ട്. എന്നാൽ തമ്പുരാനോട് നമ്മൾ ചോദിക്കണം, ഈശോയെ എൻ്റെ കണ്ണ് തുറക്കണം, ചുറ്റുമുള്ളവരെ കാണുവാൻ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുമ്പോൾ, ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൈകൾ നീട്ടുമ്പോൾ, കർത്താവെ എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ ആവശ്യങ്ങൾ കൂടി ചേർത്ത് വയ്ക്കണം. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക്, ഒരു നിസ്വാർത്ഥതയുടെ മേഖലയിലേക്ക് കടന്നു വരാൻ കർത്താവിനോട് ഈ വചനഭാഗം വായിക്കുമ്പോൾ കൃപ ചോദിച്ച് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ധനവാൻ അബ്രാഹത്തോട് ചോദിക്കുന്നത് ചെറിയൊരു ഉപകാരമാണ്. കാരണം തീ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിൻ്റെ വിരൽ തുമ്പ് കൊണ്ട് ധനവാന്റെ നാവൊന്ന് നനയ്ക്കാൻ അവൻ ആവശ്യപ്പെടുകയാണ്. തൻ്റെ പടിവാതിൽക്കൽ വിരൽ തുമ്പിൽ പോലും പുഴുവലിച്ച് വ്രണങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് കിടന്ന ലാസറിൻ്റെ വിരലിലേക്ക് നോക്കാൻ അന്ന് ധനവാന് പറ്റിയില്ല. എന്നാൽ ഇന്ന് അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിൻ്റെ വിരൽത്തുമ്പുകളുടെ മനോഹാരിത തിരിച്ചറിഞ്ഞിട്ട് അവൻ പറയുക, ആ വിരൽത്തുമ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം. അത്രമാത്രം തൻ്റെ ജീവിതത്തിൻ്റെ നിശൂന്യമായ അവസ്ഥ അവൻ തിരിച്ചറിയുക, നിസ്സഹായ അവസ്ഥ, വേദന, നൊമ്പരം, ഇതെല്ലാം ധനവാന്റെ ഈ വാക്കുകളിലുണ്ട്. ധനവാന്റെ മറുപടി അതാണ്, ആ ലാസറിൻ്റെ എൻ്റെ പിതാവേ, ലാസറിൻ്റെ എനിക്ക് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ട് ലാസറിനെ പറഞ്ഞയക്കണം. ഇവിടെ ധനവാൻ ഒന്നുമല്ലാത്തവനായി മാറുകയാ. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ നമ്മളൊക്കെ തിന്മയിലേക്ക് ചെന്ന് പതിക്കപ്പെട്ടു പോയാൽ കർത്താവിനോട് കരുണ ചോദിച്ചാലും ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോകും. ധനവാന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ ധനവാൻ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. കർത്താവെ, എനിക്ക് തെറ്റിപ്പോയെന്ന് പറയുന്നുണ്ട്, ലാസറിനെ പറഞ്ഞയക്കണമെന്ന് പറയുന്നുണ്ട്, സഹോദരങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇനി ഒരു തിരിച്ചു വരവില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ വചനഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്, തിന്മകളും കുറവുകളും പോരായ്മകളും ഒക്കെ ജീവിതത്തിൽ വരും. തിരിച്ചറിവിന് സാധ്യതയില്ല എന്ന് തിരിച്ചറിയും മുമ്പ് തന്നെ, കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ പടികൾ ഇത് എത്രത്തോളം എത്തിയെന്ന് അനുദിനം ഒരു പരിശോധനയ്ക്ക് നാം നമ്മെ തന്നെ വിധേയമാക്കണം. അനുദിനം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഞാൻ എവിടെ എത്തി നിൽക്കുന്നുവെന്ന്. എൻ്റെ ജീവിതത്തിൻ്റെ കാലുകൾ ഇനി പതിക്കാനെന്ന ഒരു കുഴിയിലേക്കാണോ പോകാൻ പോകുന്നത്, അതോ എനിക്ക് തിരിച്ചു വരാനൊരു അവസരമുണ്ടോ? ഉണ്ടെങ്കിൽ തിരിച്ചു വരണം. എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? അത് കർത്താവിനോട് ചോദിക്കാൻ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ മൂന്നാമതൊരു കാര്യം കൂടി പറയും. അബ്രാഹത്തോട് ധനവാൻ പറയുകയാണ്, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണം. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണം. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അപ്പോൾ അബ്രാഹം അവനോട് പറയുകയാണ്, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുകയാണ്. 26-ാമത്തെ വചനം നമ്മെ ഒത്തിരി ഭയപ്പെടുത്തുന്ന ഒരു വചനമാണ്. വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയൊരു ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ധനവാന് ലാസറിനെ കണ്ടുമുട്ടാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഗർത്തം ആര് സ്ഥാപിച്ചു? അത് ദൈവമല്ല സ്ഥാപിച്ചത് നമുക്ക് വ്യക്തമായി അറിയാം. കാരണം അടുത്തിരിക്കാൻ, ചേർത്ത് വെക്കാൻ, തൻ്റെ ഊണുമേശയിൽ കൂട്ടിനിരുത്താൻ കർത്താവ് പടിവാതികൾ കൊണ്ടുപോയി ലാസറിനെ ഇട്ടുകൊടുത്തപ്പോൾ അത് കാണാതെ അനുദിനം വഴികളിൽ കടന്നുപോയപ്പോൾ അവൻ ഗർത്തം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. എത്രമാത്രം ലാസറിനെ അവോയ്ഡ് ചെയ്തോ, എത്രമാത്രം ലാസറിനെ അവഗണിച്ചോ, അത്രമാത്രം അവൻ്റെ ജീവിതത്തിൽ ലാസറിൻ്റെ ആനന്ദ അനുഭവം കാണാൻ പറ്റാത്ത വിധത്തിൽ, ആനന്ദിക്കുന്ന ലാസറിനെ തന്നോട് ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ ആ ഗർത്തം രൂപപ്പെട്ടുവെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഗർത്തം ദൈവമുണ്ടാക്കുന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പിഴവുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം ലാസറിനെ കാണാതെ പോയപ്പോൾ ഗർത്തം വലുതായി. വീണ്ടും ലാസറിനെ കാണാതെ പോകുമ്പോൾ ആ ഗർത്തം വലുതാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സ്വർഗം നമ്മൾ തന്നെ പണിയും. നമുക്ക് വേണ്ട സ്വർഗം
നമ്മൾ തന്നെ പണിയണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ അത് നരകമായി പണിയപ്പെടും. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ കുറവുകൾ എവിടെയെന്ന് തിരിച്ചറിയാൻ ഈശോ നമ്മെ വിളിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ മറ്റൊരു കാര്യം കൂടി ഈശോ നമ്മെ പഠിപ്പിക്കുക, വേർതിരിവിനെ കുറിച്ച്. നമുക്കൊക്കെ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കുറവാണ് വേർതിരിവ്. മനുഷ്യരെ വേർതിരിച്ച് കാണുക. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും കളറിൻ്റെ പേരിലും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ വേർതിരിച്ച് കാണും. ചില വ്യക്തികളെ വേർതിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ഇന്ന് ശക്തമൊരു താക്കീത് തരികയാണ്. ധനവാൻ പണമില്ലാത്ത ലാസറിനെ വേർതിരിച്ച് കാണിച്ചത്. വേർതിരിച്ച് കണ്ടപ്പോൾ അവനെ തന്നോട് ചേർക്കാൻ പറ്റിയില്ല. എവിടെ ഒരു വ്യക്തിയോട് എനിക്ക് വേർതിരിവ് തോന്നുന്നോ അവരെ ഒരിക്കലും എന്നോട് ചേർക്കാൻ എനിക്ക് പറ്റാതെ പോകും. എൻ്റെ ജീവിതത്തോട് ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തണമെങ്കിൽ ഞാൻ അവനെ വേർതിരിവില്ലാതെ തത്തുല്യമായി സമമായി ഒരുപോലെ പരിഗണിക്കുമ്പോഴാണ് അവനെ എന്നോട് ചേർത്ത് നിർത്താൻ എനിക്ക് പറ്റൂ. എൻ്റെ കൺമുമ്പിൽ എൻ്റെ തുലാസിൽ ഞാൻ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ 2 തട്ടിലാണ് ഞാൻ ആ വ്യക്തിയെ കാണുന്നത് എങ്കിൽ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് തൂക്കം കാണാൻ എനിക്ക് പറ്റാതെ വരുമ്പോൾ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള വേർതിരിവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ സ്വർഗവും ഞാനും തമ്മിലുള്ള ഗർത്തവും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗർത്തത്തിലേക്ക് ഞാൻ പതിക്കപ്പെടുമ്പോൾ എന്നെ രക്ഷിക്കാൻ മറ്റാരും ഉണ്ടാവില്ല. പരിശോധിക്കണം, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ എനിക്ക് ഗർത്തമാണോ ഞാൻ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് ഞാൻ അകന്നുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ കാഴ്ചപ്പാടിൻ്റെ സമാനതയാണോ അതോ വ്യത്യസ്തതയാണോ എന്നിലുള്ളത് എന്ന് സമമായി കാണാൻ, ഒരുപോലെ കാണാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് നാം ഈ വചനം വായിക്കുമ്പോൾ പ്രാർത്ഥിച്ച് മനസ്സിലാക്കണം, ചിന്തിക്കേണ്ടതുണ്ട്. മേശയിൽ നിന്ന് തന്നോടൊപ്പം അപ്പം ഭക്ഷിക്കാൻ അവകാശമുണ്ട് ലാസറിനെന്ന് ധനവാൻ ഓർത്തില്ല. ഓരോ വ്യക്തിക്കും ദൈവം ഒരു അവകാശം വെച്ചിട്ടുണ്ട്. അവൻ്റെ മനുഷ്യ വ്യക്തിയെങ്കിൽ അവനൊക്കെ കർത്താവ് ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്. ഞാനല്ല അവന് എത്രമാത്രം വേണമെന്ന് അവൻ്റെ അവകാശ പരിധി ഇത്രയും നിശ്ചയിക്കേണ്ടത് ഞാനല്ല, അത് ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും വളരാൻ പറ്റുന്നിടത്തോളം അവർ വളരണം. എനിക്ക് പറ്റും പോലെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരണം. അവരെ എൻകറേജ് ചെയ്ത് അവരെ കുറച്ചുകൂടി ഞാൻ അവരെ ഉയർത്തി വയ്ക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഗർത്തം ഇല്ലാതായി മാറുന്നത്. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അനേകം ഗർത്തങ്ങൾ നമ്മൾ സ്ഥാപിക്കുകയാണ്. ചിലപ്പോൾ മനസ്സിലായിരിക്കും തോന്നൽ ഉണ്ടാവുക, ഇഷ്ടപ്പെടായിക നമുക്ക് വരിക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴായിരിക്കും. നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ നാം സ്വയം ചോദിച്ചു നോക്കണം, എവിടെയാണ് എനിക്ക് വേർതിരിവ് വന്നിട്ടുള്ളത്? എൻ്റെ വീട്ടിൽ ഞാൻ വേർതിരിവ് കാണിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ വേർതിരിവ് കാണിക്കുന്നുണ്ടോ? എൻ്റെ ജോലി മേഖലകളിൽ ഞാൻ വേർതിരിവ് കാണിക്കുന്നുണ്ടോ? എപ്പോഴും ഈശോയെ പോലെ ആ ജനക്കൂട്ടത്തോട് അവൻ അനുകമ്പ തോന്നി എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ കരുണാതര ഭാവം നമ്മുടെ കണ്ണുകളിൽ പതിയപ്പെടണം. നമ്മുടെ ഹൃദയത്തിൽ അത് രൂപം കൊള്ളണം. കർത്താവിൻ്റെ മുമ്പിൽ അനേകർ വന്ന് വചനം ശ്രവിക്കാനിരുന്നു. അവിടെ ധനവാന്മാരുണ്ടായിരുന്നിരിക്കാം, പാവപ്പെട്ടവരുണ്ടായിരുന്നിരിക്കാം, ബുദ്ധിമാന്മാരുണ്ടായിരുന്നിരിക്കാം, ബുദ്ധി കുറഞ്ഞവരുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നുമല്ല എഴുതി വെച്ചിരിക്കുക. വചനം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണും, ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരുടെ മേൽ അനുകമ്പ തോന്നി എന്ന് ഈശോ വചനത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ അവിടെ ധനവാന്റെ മേൽ അനുകമ്പ തോന്നിയെന്നും ദരിദ്രന്റെ മേൽ അനുകമ്പ തോന്നിയെന്നുമല്ല, അവരുടെ മേൽ ഒന്നായി കാണുന്ന ഒരു ഈശോയുടെ മനോഭാവം. കരുണയുള്ള മനസ്സിനെ മനുഷ്യരെ ഒരുപോലെ കാണാൻ പറ്റൂ, ഒരേ ത്രാസിൽ കാണാൻ പറ്റൂ, ഒരേ തുലാസിൽ തൂക്കി നോക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഐക്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഞാൻ പോലും അറിയാതെ സ്വാർത്ഥതയുടെ മൂടുപടം എനിക്ക് ധരിക്കേണ്ടി വരും. എൻ്റെ പ്രവൃത്തികളിൽ അത് കടന്നു വരാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ കണ്ണ് അന്ധമായി പോകാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് സ്വർഗത്തിൻ്റെ ഗർത്തം, സ്വർഗവും ഞാനും തമ്മിലുള്ള ബന്ധം വലുതായി രൂപപ്പെടാൻ പറ്റാതെ അത് അകന്നകന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വരും. ആഴപ്പെട്ട ഗർത്തം ധനവാന്റെ ലാസറിനെ വേണ്ടി രൂപപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടാൻ തുടങ്ങും. ഒരുപക്ഷെ ധനവാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഈ ലാസറിനെ പരിഗണിക്കാത്തത് എനിക്ക് ഒരു ഗർത്തം ഞാൻ തന്നെ കുഴിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, കണ്ണ് അടച്ചിരുന്ന ധനവാനെ നാം ഇവിടെ കാണുക. ഇവിടെ ഈ വചനത്തിൽ ഈശോ വലിയൊരു അർത്ഥമാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തെ ഞാൻ ഓർത്തുകൊള്ളണം, എൻ്റെ ജീവിത ചെയ്തികളെ അനുദിനം പരിശോധിക്കണം. കാരണം എവിടെയെങ്കിലുമൊക്കെ ഞാൻ അറിയാതെ കണ്ണുകൾ അന്ധമായിക്കൊണ്ട് അനുദിനം ചെയ്യുന്ന കുഞ്ഞു അവോയ്ഡ്നെസ്, കുഞ്ഞു അവഗണനകൾ, കുഞ്ഞു ഇറിറ്റേഷൻസ് പോലും എനിക്ക് സ്വർഗവുമായുള്ള എൻ്റെ ബന്ധത്തിനെ
അതിനെ അടുപ്പിക്കുകയല്ല, അകറ്റുകയാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യർക്കിടയിലെ വേർതിരിവിന് മുമ്പ് മറ്റൊരു ഭാവം കൂടി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വേർതിരിവ് കാണാതിരിക്കാൻ നീ നിന്റെ മനസ്സിനോട് പറയണം, എല്ലാവരും ദൈവമക്കളാണെന്ന്. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയും, എല്ലാവരും കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളാണ്, നാം അങ്ങനെയാണ് താനും. ഒരുപോലെ ദൈവമക്കളായിട്ട് കാണപ്പെടുന്ന ഒരു മനോഭാവത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഒരുമയോടെ ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ പങ്കുവെക്കലുണ്ടാകും. ഇവിടെ ഒരുമയുണ്ടാകുമ്പോൾ ആദിമസഭാ സമൂഹത്തിൻ്റെ അതേ മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ തുടങ്ങും. ആദിമസഭാ സമൂഹം ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒരുമിച്ചിരുന്ന് പങ്കുവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പന്തക്കുസ്തയുടെ അനുഭവം അവിടെയുണ്ടായി. ഇന്ന് ഈ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ ധനവാന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കൃപകളൊക്കെ ലാസന് കിട്ടിയ ആനന്ദം ഞാൻ അനുഭവിക്കണമെങ്കിൽ, ധനവാന്റെ വലിയ ഒരു അവസ്ഥ എനിക്ക് പതിക്കാതിരിക്കണമെങ്കിൽ, ഈ സമതുല്യമായ മനോഭാവം എനിക്ക് വരണമെങ്കിൽ എൻ്റെ ജീവിതത്തോട് ഒരു പരിശുദ്ധാത്മ അഭിഷേകം ഞാൻ ചേർത്ത് വയ്ക്കണം. അതുണ്ടാവുക ഒരുമയുള്ള മനസ്സിലാണ്, വേർതിരിവില്ലാത്ത മനസ്സിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവുക. നമ്മളിങ്ങനെ ചിന്തിക്കും, പന്തക്കുസ്ത ദിനം മുതൽ ആദിമ കാലഘട്ടം കുറേ നാളുകൾ പരിശുദ്ധാത്മാ സഭയിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. വലിയ അഭിഷേകങ്ങളും നിറവുകളൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, അവർ ഏക മനസ്സോടെ ജീവിച്ചു, പങ്കുവെച്ച് ജീവിച്ചു, ഒരുപോലെ ജീവിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയാണ്. കർത്താവ് അന്നും ഇന്നും എന്നും ജീവിക്കുന്നവനെങ്കിൽ പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുക? ആത്മാവ് നിർജീവമായി പോയിട്ടാണ്? ഒരിക്കലുമല്ല. മനുഷ്യ മക്കളുടെ ഒരുമയില്ലായ്മ, പങ്കുവയ്ക്കലില്ലായ്മ, പന്തക്കുസ്ത അനുഭവം ലോകത്തിലിറങ്ങാൻ തടസ്സം നിൽക്കുകയാണ്. വ്യക്തി ജീവിതത്തിൽ പന്തക്കുസ്ത അനുഭവം ഇറങ്ങാൻ തടസ്സം നിൽക്കുന്ന പങ്കുവയ്ക്കലില്ലായ്മയുടെ മനോഭാവം എനിക്കുണ്ട് എങ്കിൽ ഇന്ന് ഞാൻ തിരുത്തണം. സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്വർഗത്തോട് ഞാൻ ചേർന്ന് ജീവിക്കണമെങ്കിൽ, ഈ പരിശുദ്ധാത്മ കൃപയും എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതത്തോട് പങ്കുവയ്ക്കുന്ന മനോഭാവം ചേർത്ത് വെക്കണമെന്ന് ലാസറിൻ്റെ ജീവിതം ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ സ്നേഹം കൊടുക്കാൻ എനിക്ക് പറ്റണം. എൻ്റെ വേദനകളും എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കണം. എൻ്റെ സ്നേഹവും എൻ്റെ സമയവും എനിക്കുള്ളത് മുഴുവൻ ഞാൻ പങ്കുവെക്കുമ്പോൾ ധനവാൻ സൂക്ഷിച്ച അകലം എനിക്ക് ഒരിക്കലും സൂക്ഷിക്കാൻ പറ്റില്ല. എല്ലാവരും എന്നോട് ചേർന്നിരിക്കും. ആരുടെ വേദന കാണുമ്പോഴാണ് കണ്ണ് നിറയാതിരിക്കുക, ആരുടെ സങ്കടം കാണുമ്പോഴാണ് മനസ്സ് നിറയാതിരിക്കുക. ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ സങ്കടങ്ങളിൽ അവരോട് കൂടിയിരിക്കാൻ എനിക്ക് പറ്റണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലും ആരെയെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ താഴെ തട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിശോധിക്കണം. ഞാൻ ഇന്ന് അകലം സൂക്ഷിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന്. ഞാൻ ഇന്ന് അകലം സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ദിനചര്യകളിൽ ധനവാന് പറ്റിയതുപോലെ സ്വയം നോക്കിയാണ് ഞാൻ പോകുന്നത് എങ്കിൽ ഇനി വീണ്ടും ഞാൻ അകലം സൂക്ഷിക്കും. എല്ലാവരെയും ദൈവമക്കളെ പോലെ കാണാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ വീണ്ടും സ്വർഗത്തിൻ്റെ അകലം ഞാൻ സൂക്ഷിച്ചു കൊണ്ടിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലാസറിനെ പോലെ അബ്രാഹത്തിൻ്റെ മടിയിലെ സ്വർഗത്തിൻ്റെ ആനന്ദം സ്വന്തമാക്കാൻ കർത്താവെ, ധനവാനെ പോലെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പങ്കുവയ്ക്കലിൻ്റെ മനോഭാവം ഇന്ന് ഇല്ലാത്തൊരവസ്ഥയുണ്ട് എങ്കിൽ കർത്താവെ, നീ ഏറ്റെടുക്കണം, നീ ശുദ്ധീകരിക്കണം. പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സ്വാർത്ഥതയുടെ കെട്ടുണ്ട് എങ്കിൽ കർത്താവെ, ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഈശോയോട് പറയണം, കർത്താവെ, ആദിമ സഭാ സമൂഹത്തിൽ അങ്ങ് ഇറങ്ങി പ്രവർത്തിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ നാട്ടിലും എൻ്റെ ദേശത്തുമൊക്കെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ എൻ്റെ സ്വാർത്ഥത തടസ്സം നിൽക്കുന്നെങ്കിൽ അതിനെ ഉപേക്ഷിക്കാതെ കൃപ എനിക്ക് തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച്, കർത്താവെ, പരിശുദ്ധാത്മ ശക്തി ഈ ലോകത്തിൽ ഈ നാട്ടിൽ ഇറങ്ങാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ പങ്കുവയ്ക്കൽ മനോഭാവത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, സ്വാർത്ഥതയുടെ ഉടുപ്പാണ് ഞാൻ അണിഞ്ഞിരിക്കുന്നതെങ്കിൽ ഈശോയെ, അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എല്ലാവരെയും ഒരുപോലെ കാണാൻ, ഒരേ ത്രാസിൽ എല്ലാവരെയും വയ്ക്കാൻ, എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഇടം കൊടുക്കാൻ, അനുദിനം എല്ലാവരെയും ചേർത്ത് വയ്ക്കാൻ, സ്വർഗവുമായി ഒരു പടി കൂടി അടുക്കാൻ, അനുദിന ജീവിതത്തിൽ സ്വർഗത്തോടെ ഏറ്റവും ചേർന്നിരുന്ന് സ്വർഗത്തിൻ്റെ വേലകൾ ചെയ്യാൻ കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിനും കൃപയ്ക്കും നന്ദി പറയുന്നു. അവിടുത്തെ വലത് കരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ അലങ്കരിക്കാൻ, അനുദിനം പുഷ്ടിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഈശോയെ, അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.